നമസ്കാരം സുഹൃത്തുക്കളെ, റിച്ച് ബുക്ക് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പത്രത്തിലും ടിവിയിലും കാണുന്ന ചില പേരുകളുണ്ട്. ഗൗതം അദാനി, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികരിൽ ഒരാൾ, അദാനി ഗ്രൂപ്പിന്റെ തലവൻ. ദിലീപ് സാംഘി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമ കമ്പനിയുടെ അതായത് സൺ ഫാർമയുടെ സ്ഥാപകൻ. മംഗൾ പ്രഭാത് ലോഥ, റിയൽ എസ്റ്റേറ്റ് രാജാവ്, ലോഥ ഗ്രൂപ്പ്. ഇന്ദു ജെയിൻ, ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ്. സുഹൃത്തുക്കളെ, ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ഇവർ വെറും ബിസിനസ്സുകാർ മാത്രമല്ല, ഇവരെല്ലാം ഒരേ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാണ്. അതെ, ജൈന സമുദായം. ഇന്ത്യയിലെ ജനസംഖ്യയുടെ വെറും 0.4% മാത്രമാണിവർ. അതായത് 1000 പേരിൽ വെറും 4 പേർ മാത്രം. പക്ഷേ ഇന്ത്യയുടെ ഓഹരി വിപണിയിലെ സമ്പത്തിന്റെ 20% നിയന്ത്രിക്കുന്നത് ഇവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു പലചരക്ക് കടയിൽ നിന്ന് തുടങ്ങി ലോകം മൊത്തം പടർന്നു പന്തലിക്കുന്ന സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇവർക്ക് മാത്രം എന്താണ് ഒരു പ്രത്യേകത? ഇതൊരു മാജിക്കല്ല, മറിച്ച് തലമുറകളായി അവർ കൈമാറി വന്ന 7 രഹസ്യ സൂത്രവാക്യങ്ങളാണ്. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിലും ബിസിനസ് പാരമ്പര്യമില്ലെങ്കിലും ഈ 7 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ വിശ്വസിക്കൂ, നിങ്ങളുടെ സാമ്പത്തിക തലവര മാറിയിരിക്കും. ജൈനന്മാർ അവരുടെ മക്കൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്ന സീക്രട്സ് ഇന്ന് റിച്ച് ബുക്ക് നിങ്ങൾക്കായി തുറക്കുകയാണ്. വീഡിയോ അവസാനം വരെ കാണുക. ഓരോ പോയിന്റും കോടികൾ വിലമതിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ശക്തമായ ധാർമ്മിക അടിത്തറ. ബിസിനസ്സിൽ വിജയിക്കാൻ കള്ളം പറയണം, ചതിക്കണം എന്നൊക്കെയാണ് പലരുടെയും ധാരണ. എന്നാൽ ജൈനന്മാർ ഇതിന് നേരെ എതിരാണ്. അവരുടെ മതം പഠിപ്പിക്കുന്നത് അഹിംസയും സത്യവുമാണ്. ഇത് വെറും പ്രാർത്ഥനയിലല്ല, ബിസിനസ്സിലും അവർ കൊണ്ടുവരും. നോക്കൂ, നിങ്ങൾ സ്വർണ്ണക്കടയിൽ പോകുന്നു എന്ന് കരുതുക. അവിടെ തൂക്കത്തിൽ വെട്ടിപ്പ് നടത്തുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലേ നിങ്ങൾ വീണ്ടും അവിടെ പോകൂ, അല്ലേ? അതാണ് ഇവരുടെ ടെക്നിക്. ഇനം സെക്യൂരിറ്റീസ് വല്ലഭ് ബൻസാലിയെ പോലുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുക: മൂല്യങ്ങളിൽ വെള്ളം ചേർത്തുണ്ടാക്കുന്ന ലാഭം ഞങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ട്? കാരണം ബിസിനസ്സിലെ ഏറ്റവും വലിയ കറൻസി പണമല്ല, അത് വിശ്വാസം അഥവാ ട്രസ്റ്റ് ആണ്. നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ മാർക്കറ്റ് നിങ്ങളെ വിശ്വസിക്കും, കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വരും, ബാങ്കുകൾ നിങ്ങൾക്ക് ലോൺ തരാൻ ക്യൂ നിൽക്കും. ഷോർട്ട് കട്ട് അടിച്ച് പണമുണ്ടാക്കിയവർ പെട്ടെന്ന് വീഴും, എന്നാൽ എത്തിക്സ് ഉള്ളവർ തലമുറകളോളം വാഴും. അതാണ് ഇവരുടെ ബ്രാൻഡ് വാല്യൂ. രണ്ടാമതായുള്ളതാണ് സംരംഭകത്വ മനോഭാവം, എന്റർപ്രണൻഷ്യൽ മൈൻഡ് സെറ്റ്. കേരളത്തിലെ മിക്ക വീടുകളിലും കുട്ടികളോട് പറയുന്ന എന്താണ്? നന്നായി പഠിച്ചൊരു സർക്കാർ ജോലി നേടൂ, അല്ലെങ്കിൽ ഗൾഫിൽ പോകൂ എന്നാണ്. എന്നാൽ ജൈന കുടുംബത്തിൽ കുട്ടിയോട് പറയുന്നത് നീ എപ്പോൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുമെന്നാണ്. അവരുടെ അത്താഴമേശയിലെ ചർച്ചകൾ സിനിമയോ രാഷ്ട്രീയമോ അല്ല, മറിച്ച് ലാഭം, നഷ്ടം, മാർക്കറ്റ് ട്രെൻഡ് എന്നിവയാണ്. ചെറുപ്പത്തിലെ തന്നെ കടയിൽ കൊണ്ടിരുത്തി ബില്ലിങ്ങും കസ്റ്റമർ ഡീലിങ്ങും പഠിപ്പിക്കും. സ്വന്തം ജോലിയിൽ അവർക്ക് അഭിമാനമാണ്. ചെറുതാണെങ്കിലും എൻ്റെ ബിസിനസ്, എൻ്റെ രാജ്യം എന്ന ചിന്ത. റിസ്ക് എടുക്കാൻ അവർക്ക് പേടിയില്ല. നഷ്ടം വന്നാൽ അത് സഹിക്കാനും അതിൽ നിന്ന് പഠിച്ച് അടുത്ത തവണ ലാഭമുണ്ടാക്കാനും അവർക്കറിയാം. അതുകൊണ്ടാണ് ടെക്സ്റ്റൈൽസിലും ഡയമണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഇവർ രാജാക്കന്മാരായി നിലനിൽക്കുന്നത്. സുഹൃത്തെ, നമ്മളും പഠിക്കേണ്ടതാണ്. ജോലി ചോദിക്കുന്നവരല്ല, പകരം ജോലി കൊടുക്കുന്നവരാകാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം, വിദ്യാഭ്യാസം. ജൈനന്മാർക്ക് ഒരു ചൊല്ലുണ്ട്: സരസ്വതി ഉള്ളിടത്തെ ലക്ഷ്മി വരൂ, അതായത് അറിവുള്ളിടത്തെ പണം വരൂ. ഇവർ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്വത്ത് വിദ്യാഭ്യാസമാണ്. പക്ഷേ അത് വെറും ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല, കാലത്തിനനുസരിച്ചുള്ള അറിവാണ്. AI, ഡാറ്റാ സയൻസ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ പുതിയ മേഖലകളിൽ ഇന്ന് ജൈന യുവാക്കൾ തിളങ്ങുന്നത് അതുകൊണ്ടാണ്. സാംസങ്ങിലെ പ്രണവ് മിസ്ത്രിയെ പോലുള്ള ജീനിയസുകൾ ഉദാഹരണം. ആദ്യം പഠിക്കുക, പിന്നെ ആ അറിവ് വെച്ച് സമ്പാദിക്കുക. അഞ്ചാമത്തേത് വളരെ പ്രധാനമാണ്, അപരിഗ്രഹ അഥവാ മിതവ്യയം. പലരും പണം കിട്ടുമ്പോൾ കാർ വാങ്ങാനും വീട് മോടി പിടിപ്പിക്കാനും ഓടും. എന്നാൽ ജൈനന്മാർ അങ്ങനെയല്ല. കോടികൾ ആസ്തിയുള്ള ജൈന ബിസിനസ്സുകാർ പോലും ചിലപ്പോൾ വളരെ ലളിതമായ വസ്ത്രമേ ധരിക്കൂ. അവർ പണം ദൂർത്തടിക്കില്ല, പകരം ആ പണം ബിസിനസ്സിൽ തന്നെ വീണ്ടും ഇറക്കും, റീഇൻവെസ്റ്റ് ചെയ്യും. പണം ചിലവാക്കുന്നത് തെറ്റല്ല, പക്ഷേ അത് ആസ്തികൾ ഉണ്ടാക്കാനായിരിക്കണം, ബാധ്യതകൾ കൂട്ടാനാകരുത്. വരവ് കൂടുന്നതിനനുസരിച്ച് ജീവിത ചെലവ് കൂട്ടാതിരിക്കുക. ഇതാണ് അവരെ സാമ്പത്തികമായി സുരക്ഷിതരാക്കുന്നത്. ആറാമത്തെ നിയമം ഇതാണ്, കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ഒരു ജൈന ബിസിനസ്സുകാരൻ വീണുപോയാൽ അവനെ കൈപിടിച്ചുയർത്താൻ ആ സമുദായം മുഴുവൻ കൂടെയുണ്ടാവും. ജിറ്റോ പോലുള്ള അവരുടെ സംഘടനകൾ ബിസിനസ് ചെയ്യാൻ പണം നൽകുന്നു, മെന്റർഷിപ്പ് നൽകുന്നു, ഒരാളുടെ അറിവ് മറ്റൊരാൾക്ക് പങ്കുവെക്കുന്നു. അവർ പരസ്പരം മത്സരിക്കുകയാണ്, സഹകരിക്കുകയാണ്. ഒറ്റയ്ക്ക് നടന്നാൽ വേഗത്തിലെത്താം, പക്ഷേ ഒരുമിച്ച് നടന്നാൽ ദൂരങ്ങൾ താണ്ടാം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മളും നമ്മുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഇങ്ങനെയൊരു ഗ്രോത്ത് സർക്കിൾ ഉണ്ടാക്കണം. ഏഴാമത്തെ രഹസ്യമാണ് ദീർഘവീക്ഷണം, ലോങ് ടേം വിഷൻ. ഇവർ അടുത്ത മാസത്തെ ലാഭം നോക്കിയല്ല ബിസിനസ് ചെയ്യുന്നത്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. 100-150 വർഷം പഴക്കമുള്ള ജൈന ബിസിനസ്സുകൾ ഇന്നും തകരാതെ നിൽക്കുന്നത് കൊണ്ടാണ്.
ട്രെൻഡുകൾക്ക് പുറകെ പോകാതെ ശാശ്വതമായ മൂല്യങ്ങളിൽ അവർ വിശ്വസിക്കുന്നു. ഒപ്പം സമ്പാദിക്കുന്നതിൻ്റെ ഒരു വിഹിതം സമൂഹത്തിന് തിരിച്ചു നൽകുക. സ്കൂളുകളും ആശുപത്രികളും നിർമ്മിക്കുന്നതിലൂടെ അവർ ബിസിനസ്സിലൂടെ ആ സമൂഹത്തിൻ്റെ സ്നേഹവും ബഹുമാനവും പിടിച്ചുപറ്റുന്നു. ഈ ഗുഡ്വിൽ ഒരു ബിസിനസ്സിൻ്റെ എത്ര വലിയ പ്രതിസന്ധിയിലും കാത്തു സൂക്ഷിക്കും. സുഹൃത്തുക്കളെ, അദാനിയും ലോധിയും ഒക്കെ വളർന്ന ഒരു ദിവസം കൊണ്ടല്ല. അച്ചടക്കം, കഠിനാധ്വാനം, ദീർഘവീക്ഷണം ഇതായിരുന്നു അവരുടെ കൈമുതൽ. നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഈ തത്വങ്ങൾ, സത്യസന്ധത, അറിവ് നേടൽ, മിതവ്യയം, പരസ്പര സഹായം ഇവ ജീവിതത്തിൽ പകർത്തിയാൽ വിജയം നമ്മളെ തേടി വരും. സമ്പത്ത് എന്നത് വെറും പണമല്ല, അതൊരു സംസ്കാരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.